ധൻഖറുടെ പിൻഗാമി ഉപരാഷ്ട്രപതി അടുത്തത് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ വരുന്നത് പല കാര്യങ്ങളുമാണ്. പല ആൾക്കാരുടെയും പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ ചില BJP വൃത്തങ്ങളിൽ നിന്ന് വരുന്നത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ളതാണ്. ഇപ്പം പേരുകൾ ഏതാണ്ട് ഇപ്പം വന്നൊരു അരഡസനായിട്ടുണ്ട്. എന്നാലും നമ്മൾ മുൻതൂക്കം ശശി തരൂരിന് കൊടുക്കുന്നുണ്ട്. നമ്മളായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ തരൂരിന് മലയാളിക്കൊന്ന് അഭിമാനിക്കാമല്ലോ, കേരളത്തിലെ നായന്മാർക്കും ഒന്ന് അഭിമാനിക്കാമല്ലോ എന്നുള്ള ഒരു വകയുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ തരൂരിനെ മുൻതൂക്കം കാണുന്നത്. പക്ഷെ തരൂരിന് അത്തരത്തിലുള്ള ഏതോ ഒരു സ്ഥാനം തേടി വരുന്നുണ്ട്. ഇത് വേറെ കാര്യം. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് തരൂരും നീങ്ങുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും പിന്നെ ഭാരതരത്ന അവാർഡ് ജേതാവുമായ താക്കൂറിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ, കാരണം ഇതൊക്കെ ഈ BJP എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കർഷക വൃന്ദത്തിൽ നിന്ന് വരുന്നവർക്ക്, വളരെ താഴെ തട്ടിൽ നിന്നുമുള്ളവരെ ഒക്കെ, ഇപ്പോൾ ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നത് ഒക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം APJ വന്ന കാലത്തുമൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലും അങ്ങനെ ചില അപ്രതീക്ഷിതമായ നീക്കം നടക്കാനുള്ള സാധ്യത. രാംനാഥ് ടാക്കൂറിന്റെ പേര് മുന്നിൽ നിർത്തുന്നത് ഒന്ന്, അദ്ദേഹം ഒരു കർഷക പുത്രൻ എന്നുള്ളൊരു പേരുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിനെ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതും ആയിട്ടുള്ള നീക്കം. BJPക്ക് അവിടെ ഒരു നീക്കം, ഒരു പക്ഷേ രാംനാഥ് ടാക്കൂറിന് ഈ ഒരു സ്ഥാനം കൊടുക്കുവാണെങ്കിൽ പകരം മറ്റൊരാളിനെ നിർത്തിക്കൊണ്ട് BJPക്ക് അവിടെ ബീഹാർ പിടിച്ചെടുക്കാൻ ഉള്ള ഒരു സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാനാവുന്നില്ല ഒരു രാഷ്ട്രീയ. കാരണം നമുക്കറിയാം, ഇതിന് മുന്നേ ഇത്തരത്തിൽ APJ അബ്ദുൽ കലാമിൻ്റെ പേര് രാഷ്ട്രപതി എന്നുള്ള പേര് നിർദ്ദേശിച്ച സമയവും, അതേപോലെ തന്നെ ദ്രൗപദി മുർമുവിനെയും, അതേപോലെ അങ്ങനെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ BJP ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാറുണ്ട്, ചില സ്ഥാനമാനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം ഇത്തരത്തിൽ രാംനാഥ് ടാക്കൂറിൻ്റെ പേരും മുന്നേ വരുന്നെന്നുണ്ടെങ്കിൽ അത് BJP വൃത്തങ്ങളൊക്കെ അത് പാടെ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു BJP ഇതിപ്പം വളരെ തന്ത്രപൂർവ്വം മാത്രമേ നീങ്ങത്തുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് രാജി സമർപ്പിക്കുന്നത് എന്നുള്ള ഒരു കാരണം ബോധ്യപ്പെടുത്തണമെന്ന് പറയുകയുണ്ടായി. അതൊക്കെ എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ്. നമ്മൾ ആ ചർച്ചയിൽ ചെയ്തിരുന്നു. കാരണം ജഗ്ദീപ് ധൻഖറും സർക്കാരുമായിട്ടുള്ള ഉരസലുകൾ അത് ഉടനെ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയ ഉരസലുകളാണ്. പ്രതിപക്ഷത്തേക്ക് ധൻഖറിന്റെ ചായ്വ് അതൊരിക്കലും കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലെ പാർലമെന്റ് സമ്മേളനത്തിൽ നടത്തിയ മല്ലികാർജുൻ ഖാർഗെക്ക് കൊടുത്ത സമയം അതൊക്കെ ഒരു പക്ഷേ ചൊടിപ്പിച്ചിട്ടുണ്ട്. NDA മുന്നണികൾക്ക് NDA സർക്കാരിന് അത് ചൊടിപ്പിക്കുകയും മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ വിവിധ തർക്ക വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഇടയ്ക്ക് കർഷക സമരത്തിനെതിരെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രസ്താവനകൾ ധൻഖർ നടത്തിയത്, സുപ്രീം കോടതിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ, ഇതൊക്കെ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനെ വളരെയധികം ചൊടിപ്പിക്കുക. അത് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ഫോൺ സംഭാഷണം ഒരു തർക്കത്തിലേക്കാണ് ധൻഖറിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ധൻഖർ തൻ്റെ സ്ഥാനം എന്താണെന്ന് അമിത്ഷാ മനസ്സിലാക്കണമെന്നുള്ളത് വരെയുള്ള പരാമർശങ്ങൾ നടത്തി. ഏതായാലും അദ്ദേഹം പിന്നീട് വൈകുന്നേരം ഒരു സമ്മേളനം വിളിച്ചു ചേർത്തതിൽ JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കാതിരുന്ന അദ്ദേഹത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള രീതിയായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷെ ഇതൊന്നും അദ്ദേഹം പുറത്തു വരുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ ഇതെല്ലാം ഇതിനകത്തുള്ളതാണെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ടായിരുന്നല്ലോ പ്രതിപക്ഷം ചോദിച്ചത് എന്താണ് യഥാർത്ഥ കാരണമെന്ന് സർക്കാർ അത് വെളിപ്പെടുത്തണം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ മോദി സർക്കാർ ഇപ്പോഴും അത് മൗനത്തിലാണ്. ഒപ്പം ധൻഖറും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളതല്ലാതെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന യാതൊരു പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തും ആയിക്കോട്ടെ, എന്തായാലും ജഗ്ദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതി അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പിൻഗാമിയായിട്ട് ഏതായാലും ഒരു നീക്കം ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞ ശശി തരൂരിൻ്റെ, നമ്മുടെ പഴയ ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മുടെ ഗവർണറുടെയൊക്കെ പേര് ഇത്തരത്തിൽ വരുന്നുണ്ട്. അപ്പം ഇപ്പം ഠാക്കൂറിൻ്റെ പേരാണ് കുറച്ചുകൂടി മുന്നിലേക്ക് വരുന്നത്. അത് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ തന്ത്രമായിക്കൂടെ, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രമായിക്കൂടെ.
ഇപ്പോൾ ഒരാളെ മാറ്റുമ്പോൾ ആരോഗ്യ കാരണങ്ങളെന്ന് പറയുമ്പം അതിനകത്ത് വേറെ ഒരു സംശയവും വരുത്തില്ല. ആർക്കും അതിനെ മറ്റൊരു തരത്തിൽ ചോദ്യം ചെയ്യാനും കഴിയാതെ വരും. അതിനാണ് എപ്പോഴും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പം നമ്മുടെ ഇവിടെ KPCC പ്രസിഡന്റ് സുധാകരനെ മാറ്റിയത് പോലും ഈ ആരോഗ്യ പ്രശ്നം കാരണങ്ങളാൽ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അതുപോലെ ഇവിടെയും ആരോഗ്യ കാരണങ്ങളാൽ താൻ രാജിവെക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. പിന്നെ ഒരു ചോദ്യം ഇല്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ടുള്ള കാരണം അതായിരുന്നെങ്കിൽ ഒരുപക്ഷെ യാത്രയപ്പും ഈ മറുപടി പ്രസംഗമൊക്കെ നടത്തുമല്ലോ. അതൊന്നും ഉണ്ടായില്ല, ചടങ്ങുകളൊന്നും ഉണ്ടായില്ല. അപ്പം അതിൽ തന്നെ നമുക്കറിയാം ഒരു നീരസമുണ്ട്, അവിടെ ഉരസലുകളുണ്ട്, വാക്പോരുകൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷമായ ഇങ്ങനെ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരുപക്ഷെ മറ്റെന്തെങ്കിലുമൊക്കെ വായിച്ചെടുക്കാനായിട്ട് കാണുമായിരിക്കും. അത് സാധാരണ സ്വാഭാവികമാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനി അതൊന്നും അല്ല പ്രശ്നം. ഈ സഭ അവസാനിക്കുന്നതിന് മുമ്പായിട്ട്, ഈ വർഷകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് MP-മാരെ വിളിച്ചു കൂട്ടാനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ എന്തായാലും വളരെ തിടുക്കത്തിൽ തന്നെ കാര്യങ്ങളിലേക്ക് പോകും. അതിൻ്റെ നടപടി വരെ കമ്മീഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മോദി സർക്കാരിന് ഒരു അവരുടെ ഒരു അഭിമാനത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ട്. കാരണം അത് പറയാനുള്ള കാരണം നമുക്കറിയാം പഹൽഗാം ആക്രമണത്തിനൊക്കെ ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു മോദി ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതിനിടയിലൂടെ തന്നെയാണ്, അതോ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണോ എന്നുള്ള എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഊഹം കിട്ടുന്നില്ല, അതേ ബീഹാർ സന്ദർശനം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണത്തിന് പ്രസംഗത്തിനൊക്കെ പങ്കെടുത്തിരുന്ന സാറിന് ഓർമ്മ കാണത്തില്ലേ? അപ്പം അതിനുശേഷം അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നേരെ പോയത് അദ്ദേഹം ബീഹാറിലാണ്. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം കുറേ സംസാരിക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രചാരണം തന്നെ നടത്തിയത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കുന്നത് BJPക്ക് ബീഹാർ പിടിക്കണം, അത് അവരുടെ ഒരു എന്താ പറയുന്നത്, അവർക്കത് പിടിച്ചെടുത്തേ പറ്റൂ എന്നുള്ള ഒരു രീതി വന്നിരിക്കുക. എന്നാൽ പിടിച്ചെടുക്കാത്ത കുറേ സംസ്ഥാനങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ബീഹാർ. അപ്പോൾ ബീഹാർ പിടിച്ചെടുക്കണം എന്നുള്ള ഒറ്റ നിലപാടിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ രാംനാഥ് ഠാക്കൂറിനെ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി എന്നുള്ള സ്ഥാനം കൊടുത്തുകൊണ്ട് BJP അവിടെ സ്ഥാനം ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അല്ലേ? പിന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര, അത് ബീഹാറിൽ മാത്രമല്ലേ, തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് തന്നെ എല്ലായിടങ്ങളിലും പ്രധാനമന്ത്രിയുടെ ഒരു യാത്രയുണ്ട്. അവിടെ ചില പദ്ധതികളും ഒക്കെ തന്നെ മാറ്റിവെക്കുകയൊക്കെ ചെയ്യും. മഹാരാഷ്ട്രയിലും ഒക്കെ അങ്ങനെ സന്ദർശനം നടത്തിയതാണ്. അപ്പോൾ അവിടെ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, അത് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ആ സംസ്ഥാനത്തിന് നൽകുക, ഇങ്ങനെയൊക്കെയുണ്ട്. ബീഹാറിലും അതുപോലെ തന്നെയുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിലും ഇത്തരത്തിൽ അവർക്ക് ചിലപ്പോൾ ഒരു മുൻതൂക്കം കൊടുക്കുന്നതിന് ഇത് കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശശി തരൂരിന് ഉള്ള ഉപരാഷ്ട്രപതി പദത്തിലേക്ക് വരുന്നു എന്നുള്ളതിന് മങ്ങലേറ്റിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും സ്ഥാനമായിരിക്കും നൽകാൻ. പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ശശി തരൂരിന് ഈ ഒരു ഘട്ടത്തിൽ കൊടുത്താൽ അത് ഒരുപക്ഷെ കേരള കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി കൊടുക്കും. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനം ശശി തരൂരിന് ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ച് കോൺഗ്രസിന് ഒരുപക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പിന് മുന്നിട്ട് ഇറങ്ങാൻ സാധിക്കും അഭിമാനത്തോടെ തന്നെ. കാരണം തരൂർ പൊളിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ മുന്നിട്ട് ഇറങ്ങാൻ സാധിക്കും. തരൂരും ഒരുപക്ഷെ ഒന്ന് ഒതുങ്ങിയേക്കാം അല്ലേ?